I can't feel no better. What's this knob do? ഓ മൈ ഗോഡ്, അയ്യേ, ഞാൻ എന്തോ ചെയ്യും? എനിക്കിന് ജീവിക്കണ്ട. സിൻഡ്രു, ഒന്നും കൂടി തന്നിട്ട് പോവോ? ഓ, എന്തൊരു സോഫ്റ്റ്. ഒരെണ്ണം കൂടി കിട്ടിയിരുന്നെങ്കിൽ. എടാ പ്രിൻസേ, കിട്ടിയടാ മുതലാളി. ജഗ എന്ത് കിട്ടിയെന്ന്? എടാ കിസ്. സിൻഡ്രു ഞാനോ? നേരാണോ? നേര്. ഓ, എന്നാ ചുണ്ടളിയോ. എനിക്കൊരെണ്ണം കൂടി വേണോടാ. ആക്രാന്തം പിടിക്കല്ലേടാ, ഒരെണ്ണം കൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്. നീ എന്താ ആകെ ഡെസ്പായിരിക്കുന്നേ? റോസി, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ, ഞാൻ ഗേളാണെന്ന് വിചാരിച്ച് ഒരു കാലിന് എന്റെ പുറകെ നടക്കുന്നുണ്ടെന്ന്. നീ പിക്ക് കാണിച്ചു തന്നായിരുന്നല്ലോ, ഒരു മൊഞ്ചൻ. മൊഞ്ചനോ? കൊഞ്ചനാണ്, കൊഞ്ചൻ. എന്താടാ, എന്താ പറ്റിയേ? എടാ, യെസ്റ്റർഡേ ഞാൻ അറിയാതെ ബാലൻസ് തെറ്റി വീണു. അറിയാതെ അവന്റെ മേലേക്കാ വീണത്. ആക്സിഡന്റലി വി ആർ കിസ്ഡ്. നീ ഇതെന്തോന്നിത്? ആശ്വസിപ്പിക്കുന്നതിന് പകരം തുള്ളിച്ചാടുന്നോ? എടാ, ഇപ്പൊ ഇതൊക്കെയാണ് ട്രെൻഡ്. എന്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ട്. നീ ഒന്ന് പോയേ, നിന്നോട് പറയാമെന്ന് എന്നെ വേണം തല്ല. അതെ, ബോസ് ഇന്ന് വന്നില്ലേ? അതറിയില്ലേ, എല്ലാ ഇയറും ഈ ഡേ ബോസ് ലീവായിരിക്കും. ബോസ് വൈഫിനെ കാണാൻ പോയിരിക്കുവാ. ഓഹോ, അപ്പൊ അങ്ങേർക്ക് വൈഫൊക്കെ ഉണ്ടായിരുന്നോ? വർക്ക് ഹോളിക്കായ അങ്ങേറ് ലീവ് എടുക്കണമെങ്കിൽ അങ്ങേർക്ക് വൈഫിനോട് എന്ത് സ്നേഹം ഉണ്ടായിരിക്കണം. ചിലപ്പോ ഒരു മകനോട് പോലുള്ള സ്നേഹമായിരിക്കും അങ്ങേർ എന്നോട് കാണിച്ചത്. ഞാൻ എന്തൊരു മണ്ടനാ. ആ പവിത്രമായ സ്നേഹത്തെ ഞാൻ തെറ്റിദ്ധരിച്ചു. വെരി ചീപ്പ് പ്രിൻസ്. മൈ ലവ്, നീ എന്നെ പിരിഞ്ഞു പോയിട്ട് 6 വർഷമായി. എന്നിട്ടും ഇതുവരെ എനിക്ക് ഒരു ലൈഫ് പാർട്ട്ണറെ വേണമെന്ന് തോന്നിയിട്ടില്ല. ബട്ട് ഇന്ന് ഞാൻ നിന്നോട് ഒരു അനുവാദം ചോദിക്കാൻ വന്നതാ. I met him, honey. I met him. ഞാൻ അവനെ കണ്ടുമുട്ടി. ഞാൻ എന്റെ ലവറിനെ കണ്ടെത്തി. ഇനി അവനായിരിക്കും എന്നെ ഇല്ല. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. നാളെ ഞാൻ അവനെ പ്രൊപ്പോസ് ചെയ്യും. ബൈ ഹണി. ഭക്ഷണം? ഓ, നല്ല മധുരം. എന്താ? അല്ല, കോഫിക്ക് നല്ല മധുരമെന്ന് പറയുവായിരുന്നു. ക്രിസ്റ്റി, അത് ഏത്? തനിക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ പറഞ്ഞു വരുന്നേന്ന്. പിന്നെ പൊട്ടം കളിക്കുന്നത് എന്തിനാ? ഓ, എനിക്ക് മനസ്സിലായില്ല. നേരെ ചൊവ്വേ പറയാൻ പറ്റുമെങ്കിൽ പറ. എടോ, കിസ്. എന്താ? കേട്ടില്ല. ഓ, എടോ കിസ്. നേരത്തെ അവിടെ വെച്ച്. ഓ, കിസ്. അത് ജസ്റ്റ് ആക്സിഡന്റൽ ആയിട്ട് നടന്നു പോയതാ. അതും പറഞ്ഞ് ഇനി എന്നെ ശല്യം ചെയ്യരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ ക്രിസ്റ്റി, പാവം ബോസ്, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചടാ.
സാറിന് പെണ്ണും പിണക്കൊക്കെ ഉണ്ടടാ. ഇപ്പൊ അങ്ങനെയായോ? ഹായ് ബേബി. കണ്ടോടാ വാത്സല്യം നിറഞ്ഞ തുളുമ്പുന്നത്. എന്തോ പ്രിൻസ്, നാളെ ഈവനിങ് ഓഫീസ് കഴിയുമ്പോ നീ എന്റെ കൂടെ ഒരിടം വരെ വരണം. ഓക്കെ സാർ. സാറ് വിളിച്ച വരേണ്ടത് എന്റെ കടമയല്ലേ? ഓഹ് താങ്ക് ഗോഡ്. ലവ് യു ബേബി. ലവ് യു ടു ബോസ്. സെൻട്രു പ്ലീസ്, താൻ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ. ക്രിസ്റ്റി മാറ്. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല ഈ ടോക്കിന്. എടോ താനെന്താ ഇങ്ങനെ? എന്നെ പോലെ ഷാറുഖ് ഖാനെ പോലെ ഒരു ചെക്കനെ തനിക്ക് ഈ ജന്മം കിട്ടോ? ഓ കിട്ടിയില്ലെങ്കിലും ഞാൻ സഹിച്ചോളാം. എന്നാലും തന്നെ വേണ്ട. നോക്ക്, എനിക്ക് എന്താ ഒരു കുറവ്? കുറവേ ഉള്ളൂ. സെൻട്രു പ്ലീസ് സീരിയസ് ആയിട്ട് പറയുക, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഒന്ന് പോ ചേർക്കാം. ഓടി പോ. ഈ ക്രിസ്റ്റീനെ കിട്ടാത്തത് നീ ദുഃഖിക്കും ഒരു ദിവസം. എന്താടാ ഇവിടെ ഒരു ബഹളം? എന്റെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയപ്പോ നിനക്ക് കിട്ടിയ പ്രോബ്ലംസ്? എടാ അവളോട് ഞാൻ സീരിയസ് ആയിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞതാ. അവൾ പുല്ല് വില തന്നില്ല മനസ്സേ. വിഷമിക്കണ്ട അളിയാ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ അവളോട് സംസാരിക്കാം. ബോസ് നാളെ ഈവനിങ് എന്നോട് ഒരിടത്ത് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നാളെ എനിക്ക് ലീവില്ല. നെക്സ്റ്റ് ഡേ ആവട്ടെ. എന്താ ബോസേ? ബോസിന് വയ്യേ? ഇത് സന്തോഷ കണ്ണീരാണ്. Prince, will you marry me? No. Yes, baby. I know you secretly love me. I want to make it official. Bye, honey. Boss, wait. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നോ? ഓ ബേബി, നിനക്ക് എന്നോട് ഇത്രയൊക്കെ സ്നേഹമായിരുന്നു. ലവ് യു ടു ചക്കേ. കാലൻ പോണ വഴിക്ക് വല്ല പോത്തും കുതിച്ചാത്താ മതിയായിരുന്നു. എന്താടാ പ്രിൻസേ, ഇതെന്ത് കോല? ആ ബോസ് കണ്ടി നിന്നെ പീഡിപ്പിച്ച? ഓടാ എടാ, അയാൾ എന്നെ പ്രൊപ്പോസ് ചെയ്തടാ. ഓ എന്തായിരുന്നു പവിത്രമായ സ്നേഹം, വാത്സല്യം നിറഞ്ഞ തോന്നുന്ന സ്നേഹം. ഒലക്കേട മോള് ഇപ്പൊ എന്തായി? എടാ എനിക്കിനി വയ്യടാ. എന്റെ കുരിശുമുത്തപ്പ, നീ കാണുന്നില്ലേ? കഴിഞ്ഞ ജന്മം ഞാൻ വല്ല ബില്ലാതനുമായിരുന്നു എന്നെ ഇങ്ങനെ എടുത്തിട്ടടിക്കാൻ. ആളെയാ ഇനി ഇവിടെ നിക്കണ്ട. നിന്നാ നീയും നാറും ഞാനും നാറും. അല്ലെ തന്നെ ഇവിടെ ഒരു കഴക്കമ്പി ഏണി പിടിച്ച് നടപ്പുണ്ട്. നീയും ബോസും ഓൾറെഡി കെട്ടിയ ലിവിങ് ടുഗദർ ആണെന്ന്. പട്ടി. എടാ ഞാനല്ല, ബാക്കിയുള്ളവരാണ് പറയുന്നത്. നീ എന്ത് കോപ്പിലെ ഫ്രണ്ടാണ്, നിനക്ക് ഡിഫെൻഡ് ചെയ്യാന്നില്ലേ? എടാ ഞാൻ പറഞ്ഞു, കേട്ടതൊന്നും സത്യമല്ല. ഇനി ഫ്യൂച്ചറിൽ വല്ലതും നടക്കുമെന്ന് അറിയില്ലെന്ന്. തെണ്ടി എനിക്ക് പോടാ. ചേട്ടാ പോവേണോ? എടാ നിർത്തട വണ്ടി. എടാ നിർത്താൻ. നിനക്കെന്താണ് വട്ടായ? എന്റെ പെണ്ണാണ് അവള്. അവളെ ഇട്ടേച്ച് പോവാൻ എനിക്കാവേല. പന്നി മിണ്ടാണ്ടിരുന്നു, തല്ലിക്കൊല്ലിന്. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ തേങ്ങ വെക്കാമെന്ന ചേച്ചിയെ കാട്ടി നീ തന്നെയല്ലടാ പറഞ്ഞേ. സിനിമയുടെ പഠിച്ചു വെച്ചോണ്ട് നടക്കുവാണ്. നിനക്ക് പെണ്ണ് കിട്ടാണ്ട് വട്ടായതാടാ ശവമേ. നീ നോക്കിക്കോ, കറക്റ്റ് സമയമാകുമ്പോ ദൈവം തന്നെ എനിക്കൊരു പെൺകൊച്ചിനെ കൊണ്ടു തരും. പിന്നെ ദൈവത്തിന്റെ ബ്രോക്കർ പണിയാണല്ലോ. ഞാൻ വീണ്ടും പറയുന്നു ക്രിസ്റ്റി, നിനക്ക് അഹങ്കാരമാണ്. ഒരു പെൺകൊച്ചിനെ കിട്ടിയതിന്റെ അഹങ്കാരം. അഹങ്കാരം ഒന്ന് പോയേടാ. അവളെ തൊട്ടാ പിടിച്ചെടുക്കുന്നില്ല. ഞാൻ എന്തോ ചെയ്യാനാ? എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടോടാ. എടാ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രിൻസ് ഉള്ളപ്പോ നീ പേടിക്കണ്ട. ഓക്കെ, എന്തായാലും നിന്റെ വിഷമം മാറാൻ നമുക്കൊരു മന്തി കഴിച്ചാലോ? കയ്യില് കാശ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോ മിണ്ടാണ്ടിരിക്കേ. കാശുള്ളപ്പോ മന്തി, കാശില്ലാത്തപ്പോ ചമ്മന്തി. വീട്ടിൽ പോയിട്ട് ചമ്മന്തി കഞ്ഞിയും കുടിക്കാട്ടോ. എടാ പോകുമ്പോ ആ യക്ഷിപ്പറമ്പ് വഴി പോകാം. നിനക്ക് വട്ടാണോ? ജീവനി പേടിയുള്ള ആരെങ്കിലും സന്ധ്യക്ക് ആ പറമ്പിന്റെ പരിസരത്തൂടെ പോകോ? അങ്ങനെ പോയവരുടെ ഒക്കെ റൂമിൽ നൈറ്റ് യക്ഷി വന്നു എന്നാ കേട്ടത്. നിന്റെ റൂമിലും വരും. നീ എന്തോ ചെയ്യും? ഞാൻ ഈ കൊന്തയും കുരിശും അങ്ങ് ഊരി വെക്കും. ഇനി അത് കണ്ട് അവൾ ഇറങ്ങി പോണ്ട.
യക്ഷിയെങ്കി യക്ഷി, ആ പന്ന കിളവനേലും കൊള്ളാം. പ്രിൻസേ നാമിച്ചു. ഹെലൻ, ഒന്ന് വരാവോ? പ്രിൻസ്, ക്രിസ്റ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, എനിക്ക് താല്പര്യമില്ല. എടോ, അവൻ തമാശക്കാണ് തന്റെ പുറകെ നടക്കുന്നതെന്ന് തനിക്ക് തോന്നിയെങ്കിൽ തെറ്റി. തന്റെ കാര്യത്തിൽ അവൻ സീരിയസ് ആടോ. അവന്റെ വിഷമം കണ്ടിട്ടാ ഞാൻ തന്നോട് വന്ന് സംസാരിക്കാൻ തന്നെ വിചാരിച്ചത്. പ്രിൻസ്, ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല. അതിന്റെ ഇടക്ക് ഈ പ്രേമം മണ്ണാകട്ടെ. എടോ, താൻ അവനൊരു ചാൻസ് കൊടുത്തു നോക്കടോ. ജസ്റ്റ് 1 ചാൻസ്. അവൻ തന്നെ പൊന്നു പോലെ നോക്കും, അതെനിക്ക് ഉറപ്പാ. ശേ, ഇതെങ്ങനാ ഞാനൊന്ന് താനൊരു കാര്യം ചെയ്യും. നാളെ ഈവനിങ് പേർപ്പിൾ കഫേയില് ക്രിസ്റ്റിയും കൂട്ടി വാ. ഐ വാണ്ട് ടു ടോക്ക്. ഓക്കെ, സെറ്റ്. എടാ, നാളെ പേർപ്പിൾ കഫേയില് ചെല്ലാൻ പറഞ്ഞു, മീറ്റ് ചെയ്യാൻ. അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന്. എന്നെ ഇഷ്ടമാണെന്ന് പറയാനായിരിക്കും ഗച്ച് ഗള്ളി. ആ, അല്ലാതെ പിന്നെ കഫേയിലൊക്കെ വിളിക്കോ? ചേ, എന്നാലും എന്തിനായിരിക്കും കഫേ? വല്ല ചായക്കടയും മതിയായിരുന്നു, അതാ നമുക്ക് സ്യൂട്ട്. എടാ, നമ്മൾ അവളുടെ റേഞ്ച് നോക്കണ്ടേ? ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കൊളിനോ കോട്ടിനോ, ചേട്ടന്റെ കള്ളിലെ പാട്ടിനോ. പാതിരാത്രയാണോ നിന്റെ കാറല്? എന്താണ് അമ്മച്ചി, ഒന്ന് റൊമാൻറ്റിക് ആവാൻ മനുഷ്യന് അനുവാദമില്ലേ ഈ വീട്ടില്? റൊമാൻറ്റിക്കും മണ്ണാൻ കട്ട. നിന്റെ കാറില് കേട്ട് തൊട്ടപ്പുറത്തെ 3 പശുക്കളാണ് ഇന്നലെ മതവളകി ഓടിയത്. അവരുടെ ചെറിയിട്ട് അപ്പം തലകറങ്ങി വീണ്. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇനി മിണ്ടിപ്പോയാ നിന്റെ വാക്കുകത്ത് അടുപ്പിൽ കൂട്ടിവെച്ച ചകിരി എടുത്ത് പൊത്തു ഞാൻ. അൺറൊമാൻറ്റിക് മൂരാച്ചുകൾ. 2 ലൈൻ കൂടി ബാക്കിയുണ്ടായിരുന്നു പാടാൻ. വേണ്ട, ചിലപ്പോ ചകിരി തിന്നേണ്ടി വരും. എടാ, പൗഡർ കൂടിയിട്ടൊന്നുമില്ലല്ലോ. എന്റെ ഫേസ് എങ്ങനെയുണ്ട്? ഗ്ലോ ചെയ്യുന്നില്ലേ? ഗ്ലോയാ? ആ, ഞാനൊരു ഗോൾഡ് ഫേഷ്യല് ചെയ്തു. ഗോൾഡ് ഫേഷ്യലാ? ഇന്നെന്താ നിന്റെ കെട്ട് വല്ലതാണോ? അത് പിന്നെ ഒരു നല്ല കാര്യത്തിന് പോകുമല്ലേ. ചിലപ്പോ എന്റെ ഈ ലുക്ക് കണ്ട് അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയാലോ. നമ്മൾ ഏത് സിറ്റുവേഷനിലും റെഡി ആയിരിക്കണം. പന്നി കൂടെ നടന്ന നീ അവളെ ട്യൂണാക്കാൻ നോക്കിയായിരുന്നല്ലേ അലവലാതി. എടാ, കാശുകാരി പിള്ളേരാണല്ല, എന്താണ്ടൊക്കെ വലിച്ചു മോന്നുന്നുണ്ട്. സർ, മേ ഹെൽപ്പ് യു? വാട്ട് ഡു യു ലൈക്ക് ടു ഹാവ്? കാപ്പിച്ചിനോ? പൂച്ചയോ? പൂച്ചെറിച്ചിയുടെ കട്ട്ലേറ്റ് ആയിരിക്കും. പേര് കേട്ടാ പറയൂ, ഇതുപോലത്തെ പരിപാടിയാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നതെന്ന്. എടാ, എന്തായാലും നമ്മൾ കുറക്കാൻ പാടില്ല. അവൾ അറിയാൻ പാടില്ല നമുക്ക് ഇതൊന്നും പരിചയമില്ലെന്ന്. ഞാൻ ഈ മെനുവിലെ 1-2 കിലോ ഐറ്റംസ് ഓർഡർ ചെയ്യാൻ പോവാ. ക്രിസ്റ്റി, തലമുറന്ന് എണ്ണ തേക്കരുത്. നിന്റെ അമ്മച്ചി ചിട്ടി അടക്കാൻ തന്ന പൈസ എടുത്തിട്ടാണ് ഈ കളികളൊക്കെ നടത്തുന്നതെന്ന് ഓർമ്മ വേണം. തിരിച്ച് വീട്ടിൽ കയറേണ്ടതാ. അന്നമ്മയുടെ ഭദ്രകാളി മോഡ് വെറുതെ ഓണാക്കണം, പേടിപ്പിക്കാതെ പോടാ. 1 മോൺസ്റ്റർ മെഷിറ്റോ. മോൺസ്റ്റർ? എടാ, പൂച്ചയുള്ള സ്ഥിതിക്ക് വല്ല 8 കറി പൊരിച്ചതുമായിരിക്കും. Then 1 യെല്ലോ സബ്മറൈൻ. സബ്മറൈനോ? ഓ, ഇതെന്തുവാ? ആ, ചിലപ്പോ വല്ല മുങ്ങിക്കപ്പലിന്റെ ഷേപ്പുള്ള ക്യാബിനും ഉണ്ടാവും. അവിടെ ഇരുത്തി നമുക്ക് തരുമായിരിക്കും. ഓ, നമ്മള് റിച്ച് ആയടാ. 1 റം ബിസ്ക്കറ്റ് ലോട്ടെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും. ബിസ്ക്കറ്റ് റമ്മിൽ മുക്കി തിന്നാൻ എന്ത് രുചിയാന്നറിയോ? അതെ, കൊണ്ടുവരുന്നുണ്ടടാ. അയ്യേ, ഇതെന്തോ മഞ്ഞ കളർ വെള്ളം. പേര് കേട്ട ഏതാണ്ട് ഭീമന്റെ ഒക്കെ കണക്കാണല്ലോ. ഇതിനും ഭേദം വല്ല രസം കലക്കി കുടിച്ചാ പോരെ. ആ, ഭാഗ്യം. 2 കുപ്പി റം കിട്ടിയിടാ. പോകുമ്പോ അരയിൽ കുത്തി വെച്ചിട്ട് പോകാം. വീട്ടിൽ പോയി അച്ചാറും കൂട്ടി അടിക്കാം. എടാ, എനിക്കൊരെണ്ണം കൂടി ഓർഡർ ചെയ്യണമെന്നുണ്ട്. ഏതാണ്? വൈറ്റ് മൈ റിങ്. എടാ ഊളെ, നീ കരുതുന്നത് പോലെ ഒന്നും അല്ല. ചിലപ്പോ വല്ല സവാള വട്ടത്തിൽ മുക്കി പൊരിച്ചിട്ട് കൊണ്ടു തരും. ഓ, ചിലപ്പോ ശരിയായിരിക്കും. വേണ്ടല്ലേ? എടാ, അവളെ കാണുന്നില്ലല്ലോ. വരൂടാ, നീ തൽക്കാലം ആ റമ്മ എടുത്തടിക്ക്. Let's go. Una caña con ganas.
Let's go. ദേടാ അവളെ പോലൊരു അവൻ. നീ നമ്മളെ പഞ്ഞിക്കിടൻ ആങ്ങളെ പറഞ്ഞിട്ടതായിരിക്കോ? എടാ അവളെ പോലെ അല്ല, അവള് തന്നെയാണ് അവൻ. ദേ ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. എടാ 99% സത്യവാ. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? അത് എടാ അവളുടെ കഴുത്തിന്റെ സൈഡിലെ മറുക് ദേ ഇവനുണ്ട്. ചേറ്റ. എടാ എന്റെ കൈയും കാലും ഒക്കെ വിറക്കുന്നു. ഇത് അവളുടെ ആങ്ങളെയാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ഹായ് പ്രിൻസ്. ഹായ് ക്രിസ്റ്റി. ഐ ആം ഹാരി. ആരാ? ഞങ്ങളുടെ നെയിം എങ്ങനെ അറിയാം? എനിക്കറിയാം, കാരണം ഞാൻ ഹാരി. ഞാൻ തന്നെയാണ് നിങ്ങളുടെ കോവർക്കർ ഹെലൻ. എടാ പ്രിൻസേ, എടാ പ്രിൻസേ. ഷോ അതെന്റെ പേരാണല്ലോ. എടാ ക്രിസ്റ്റി എഴുന്നേക്കടാ. ഹേ ക്രിസ്റ്റി, എന്ത് പറ്റി? സാർ അറ്റാക്ക് വല്ലതാണോ? ആംബുലൻസിന്റെ ആവശ്യം വേണ്ടി വരും. ഒന്ന് പോടോ. എവിടെയാ? ഇത് മോന്റെ കുഴിച്ച എണീക്കും എനിക്ക് ഉറപ്പാ. ആ ഇത് എണീറ്റു ഞാൻ പറഞ്ഞില്ലേ. അയ്യോ എന്റെ സിന്ധു ഹെല്ലു എല്ലാം പോയേ. എടോ ക്രിസ്റ്റി, താൻ ഞാൻ പറയുന്നതൊന്നും കേൾക്ക്. നീ ഒന്നും പറയണ്ടടി. ചേ പറയണ്ടടാ. നിനക്ക് നാണമുണ്ടോടി? ഡാ പെൺവേഷം കെട്ടി നാട്ടാരെ പറ്റിക്കാൻ. ചേ ഞാൻ പ്രേമിച്ചത് ഒരു മൂവിയായി പോയല്ലോ. അയ്യേ കിസ്. അയ്യോ എനിക്കിത് ജീവിക്കണ്ട. പ്ലീസ് ഞാൻ പറയുന്നതൊന്നും കേൾക്ക്. എടോ ഞാൻ വേണോന്ന് വെച്ചിട്ടല്ല. എന്റെ മമ്മ സെക്കൻഡ് ഹസിനൊപ്പം US-ലാണ്. ഞാൻ നാട്ടിൽ നിന്നാണ് ഫുൾ പഠിച്ചത്. എനിക്ക് ഇവിടം വിട്ട് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് മമ്മയുടെ സൈഡിൽ നിന്ന് വലിയ പ്രഷർ ആയിരുന്നു. 1 വീക്കിനുള്ളിൽ ജോബ് സെറ്റാക്കിയില്ലെങ്കിൽ US-ലേക്ക് പോന്നോളാനായിരുന്നു മമ്മയുടെ ഓർഡർ. ആ ക്രൂഷ്യൽ മൊമെന്റിലാണ് എന്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ഓഫീസിലെ ഓഫറിനെ പറ്റി പറയുന്നത്. ബട്ട് അവിടെ ഫീമെയിൽസിന് മാത്രമേ പ്രയോറിറ്റി ഉള്ളൂ എന്ന് അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വേഷം ഞാൻ കെട്ടാൻ ഇറങ്ങിയത്. ഞാൻ ഓഫീസിൽ വന്നപ്പോൾ മുതൽ ക്രിസ്റ്റി ഞാൻ ഗേളാണെന്ന് വെച്ച് എന്റെ പുറകെ നടക്കുക. ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ പറയാൻ എനിക്ക് പറ്റുമോ? എടോ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞതല്ല. എടോ ക്രിസ്റ്റി നിനക്കൊന്നും പറയാനില്ലേ? എനിക്കൊന്നും പറയാനില്ല. ഫ്രണ്ട്സ് താനും ബോസും തമ്മിലുള്ള ബന്ധമൊക്കെ എനിക്കറിയാം. അയ്യേ അതൊക്കെ അയൽക്കൂട്ടം തള്ളമാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. ഓ ഞാൻ പറയാൻ വന്നത് ഞാനൊരു ബോയ് ആണെന്നുള്ളത് ബോസിന് അറിയില്ല. താൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് ബോസിനോട് പറഞ്ഞ് ഓക്കെ ആക്കി തരണം. ഇല്ലെങ്കിൽ എന്റെ ജോബ് പോകും. ഞാൻ US-ലേക്ക് പോവേണ്ടിയും വരും. ക്രിസ്റ്റി ഞാൻ പറഞ്ഞു നോക്കാം. സിൻഡ്രു ചേ ഹാരി. ക്രിസ്റ്റി താനെന്താ ഒന്നും മിണ്ടാത്തേ? എടാ ക്രിസ്റ്റി എന്തേലും ഒന്ന് പറയടാ. ഹാരി ചോദിക്കുന്നത് കേട്ടില്ലേ? എനിക്കൊന്നും പറയാനില്ല. നീ വരുന്നുണ്ടോ? വാ പോകാം. എടോ എല്ലാം ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നൂടെ? ഫ്രണ്ട്സ്? എത്ര ഈസി ആയിട്ട് പറഞ്ഞു നീ അത്. എന്റെ ഫീലിങ്സ് വെച്ചാ നീ കളിച്ചത്. ഫ്രണ്ട്സേ വാടാ പോവാം. അയ്യോ എന്റെ ചക്കയും മത്തങ്ങയും പോയേ. എടാ നീ ഇങ്ങനെ കരയാതെ. എന്തായിരുന്നു ബോസിന് എന്നോട് പ്രേമെന്ന് പറഞ്ഞപ്പോ നീ കിടന്ന് ചിരിച്ച് തുള്ളു വരുന്നില്ലേ? ചക്കയും മത്തങ്ങയും സ്വപ്നം കണ്ട നിനക്ക് അവസാനം കിട്ടിയത് ഒരു പഴക്കുല. ആഹാ അന്തസ്. ഞാനിന്ന് ചിരിച്ച് ചാവേ. പ്രിൻസേ നീ നിർത്തിക്കോ പന്നി, അല്ലെങ്കിൽ നിന്നെ ഞാനിന്ന് സമാധിയാക്കൂ. പറയോടാ പറയൂ. ഇനിയും പറയും. നീയേ കുറെ ആർമാദിച്ചതാ. ആ ഊള ബോസ് എന്റെ പുറകെ നടന്നപ്പോ ഞാൻ ഇവിടെ ഉരുകി തീർന്നപ്പോ നീ അവിടെ സിൻഡ്രല്ലയുടെ പുറകെ ഒലിപ്പിച്ചു കിടന്നതല്ലേ? ശവത്തെ കൊത്തല്ലേടാ. എന്തായാലും കർത്താവ് കണ്ടുപിടിച്ച നിന്റെ സിൻഡ്രല്ല കൊള്ള ആയുധമുള്ള സിൻഡ്രല്ല. രണ്ടുപേർക്കും ആയുധമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇനി കളരിപ്പയറ്റോ അംഗം കുറിക്കലോ എന്ത് വേണേലും നടത്താലോ. ആടാ നിന്നെ നടുക്കൊണ്ടിരുത്താടാ പന്നി. ഓ വേണ്ടായേ. അതൊക്കെ താങ്ങാനുള്ള ശക്തി ഈ കൊച്ചു ഹൃദയത്തിന് ഇല്ലായേ.